നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓഡിറ്റ് പ്രോഗ്രാം. വാട്ട് ഈസ് ഓഡിറ്റ് പ്രോഗ്രാമാണ് നെക്സ്റ്റ് പറയുന്നത്. അപ്പോൾ ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് റിട്ടേൺ ആൻഡ് പ്രീ ഡിറ്റർമൈൻഡ് പ്ലാൻ ഫോർ കണ്ടക്ടിങ് ആൻ ഓഡിറ്റ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ ഡീറ്റെയിൽഡ് സ്കീം ഓഫ് ഓഡിറ്റ് വർക്ക് എന്ന് പറയാം. അത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും, ഒരു സ്പെസിഫൈഡ് ആയിട്ടൊരു പ്രോഗ്രാം ഓഡിറ്റിൻ്റെ വർക്ക് എത്ര ടൈം പീരീഡിൻ്റെ ഉള്ളിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള സെറ്റ് ഓഫ് പ്ലാനാണ്. കംപ്ലീറ്റ് ആയിട്ടൊരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുക, ഓഡിറ്റ് വർക്ക് എക്സിക്യൂട്ട് എങ്ങനെ ചെയ്യാം അങ്ങനെ പറഞ്ഞിട്ടൊരു പ്ലാനായിരിക്കും ഈ ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അതായത് റിട്ടേൺ ആൻഡ് പ്രീ ഡിറ്റർമൈൻഡ് പ്ലാൻ ഓഫ് ആക്ഷൻ. ആ പ്ലാൻ എങ്ങനെയാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്, കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു പ്ലാനാണ് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഈ വർക്കിനെ നമ്മൾ സീനിയർ ക്ലർക്കിനും ജൂനിയർ ക്ലർക്കിനൊക്കെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടാവും. പിന്നെ അതിൻ്റെ ടൈം ഡ്യൂറേഷനും അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടൊരു പ്ലാനാണ് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ടൈപ്സ് എന്ന് പറയുന്നത് ഫിക്സഡ് ഓഡിറ്റ് പ്രോഗ്രാം ഉണ്ട്. അതായത് ഒരു ടൈലർ മെയ്ഡ് ആയിരിക്കും, എല്ലാവർക്കും നമ്മൾ ഒരു സ്പെസിഫൈഡ് പ്ലാൻ തന്നെയായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. ഫ്ലെക്സിബിൾ എന്ന് പറയുന്നത് ചിലപ്പോൾ ഇതിൻ്റെ ലിമിറ്റ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഇപ്പോൾ പാർട്ട്ണർഷിപ്പിലാണെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അതിനനുസരിച്ച് ഫ്ലെക്സിബിൾ മാറിക്കൊണ്ടേയിരിക്കും. ഓരോരോ ഓർഗനൈസേഷൻ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ അതിൻ്റെ സ്കോപ്പിനനുസരിച്ചിട്ട് ഫ്ലെക്സിബിൾ മാറാം. നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റ് പ്രോഗ്രാമിൽ ഫസ്റ്റ് വൺ പറയുന്നത് ഡിഫൈൻസ് ഡ്യൂട്ടി ഓഫ് ക്ലർക്ക് ക്ലിയർലി. അതായത് സീനിയർ സ്റ്റാഫിന് എന്താ ചെയ്യേണ്ടത്, ജൂനിയർ സ്റ്റാഫിന് എന്താ ചെയ്യേണ്ടത്, അവരുടെ ഡ്യൂട്ടീസ് ക്ലിയർലി പറഞ്ഞിട്ടുണ്ടാവും. അതിന് ആ ലിമിറ്റിന് ശേഷമുള്ള ഡ്യൂട്ടി അവർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. സെക്കൻഡ് വൺ വർക്ക് എത്രത്തോളം നമ്മൾ ചെയ്യാൻ വേണ്ടി പറ്റും, മുന്നേ എത്രത്തോളം ചെയ്തിട്ടുണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പ്ലാൻ കണ്ടാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. തേർഡ് വൺ ഓഡിറ്റ് പ്രോഗ്രാം ഫിക്സസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഓഡിറ്റ് സ്റ്റാഫ്. ഓരോരോ സ്റ്റാഫ്, ജൂനിയർ സ്റ്റാഫ്, സീനിയർ സ്റ്റാഫ് അവരെന്തെല്ലാം പ്രോഗ്രാംസാണ് ചെയ്യേണ്ടത് അത് കൃത്യമായിട്ട് അവരെ മേലെ റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യുന്നുണ്ടാവും. പിന്നെ ഫോർത്ത് വൺ സെർവ്സ് ആസ് എ ഗൈഡ് ഫോർ ഓഡിറ്റ് ഇൻ ഫ്യൂച്ചറിൽ ഒരു ഓഡിറ്റൊക്കെ ചെയ്യണമെങ്കിൽ അതിനൊരു ഗൈഡായിട്ട് ഈ ഒരു ഓഡിറ്റ് പ്രോഗ്രാം ഒരു ആക്ട് ചെയ്യുന്നുണ്ടാവും. പിന്നെ ഫിഫ്ത്ത് വൺ നമുക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ ടൈംലി കംപ്ലീഷൻ പറ്റും, കൃത്യമായിട്ട് ആ ടൈം ലിമിറ്റിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സിക്സ്ത് വൺ എഫക്റ്റീവ് കൺട്രോൾ ഓഫ് ഓഡിറ്റ് സ്റ്റാഫ്. ഓഡിറ്റ് സ്റ്റാഫിന് മേലെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഓഡിറ്റ് സ്റ്റാഫിൽ ജൂനിയർ സ്റ്റാഫ്, സീനിയർ സ്റ്റാഫൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരാൾക്ക് എന്തൊക്കെ വർക്കാണ് അങ്ങനെ പ്രോപ്പർലി കൺട്രോൾ അവിടെ ഉണ്ടാവും. പിന്നെ ആക്സസ് കോസ്റ്റ് ഓഫ് ഓഡിറ്റിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് കോസ്റ്റ് എത്ര ഉണ്ടാവും എന്നൊക്കെ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി പറ്റും ഓഡിറ്റ് പ്രോഗ്രാമിലെ കൂടി. അതിന് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നോ ചാൻസ് ടു യൂസ് ഇൻ്റലിജൻസ് അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. കംപ്ലീറ്റ് പ്ലാൻ ആക്കിയാൽ അത് വെച്ച് കോപ്പി ആക്കിയിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവാം. മേക്സ് ഓഡിറ്റ് വർക്ക് മെക്കാനിക്കൽ. ഒരു കംപ്ലീറ്റ്ലി ഒരു കോപ്പി പേസ്റ്റ് പോലെ ആ വർക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. ടൈലർ മെയ്ഡിലാണെങ്കിൽ അതിനെ കംപ്ലീറ്റ് ബ്ലൈൻഡായിട്ട് ഒരു പ്ലാൻ ഫോളോ ചെയ്യില്ലായിരിക്കും. അണേബിൾ ടു കവർ ഓൾ പോയിൻറ്റ്സ്. എല്ലാ പോയിൻറ്റ്സും കവർ ചെയ്യാൻ വേണ്ടി പറ്റണമെന്നില്ല. പിന്നെ അതേപോലെ തന്നെ എല്ലാ ഓർഗനൈസേഷനും ഈ ഓഡിറ്റ് പ്രോഗ്രാം സ്യൂട്ടബിൾ ആവണമെന്നുമില്ല. പിന്നെ അതുപോലെ ഫിഫ്ത്ത് വൺ പറയുന്നത് ഹറി ഇൻ കംപ്ലീഷൻ ഓഫ് ഓഡിറ്റ് ആസ് പെർ പ്രോഗ്രാമിനനുസരിച്ച് നമ്മൾ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കും. അപ്പോൾ അതൊക്കെയാണ് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. പ്രീ ഡിറ്റർമൈൻഡ് സ്കീം ഓഫ് ഓഡിറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊരു പ്രീ ഡിറ്റർമൈൻഡ് പ്ലാനാണ് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓഡിറ്റ് നോട്ട്ബുക്ക്. ഇതിൻ്റെ വേറെ പേരാണ് ഓഡിറ്റ് മെമ്മറാൻഡം. മെയിൻലി ഓഡിറ്റ് നോട്ട്ബുക്ക് എന്ന് പറയുന്നത് ഒരു ഓഡിറ്റ് ക്ലർക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു ബുക്കാണ് ഓഡിറ്റ് നോട്ട്ബുക്ക്. അതിലെന്തെങ്കിലും കാര്യം കവർ ചെയ്തിട്ടുണ്ട്, ഏതെല്ലാം കാര്യങ്ങൾ എന്തെങ്കിലും പ്രത്യേകിച്ചൊരു എൻക്വയറി ഉണ്ടോ, എന്തെങ്കിലും പോയിൻറ്റ്സ് നോട്ട് ചെയ്ത് വെക്കണോ, പോയിൻറ്റ്സിൻ്റെ ഡൗട്ട് ഇനി ഓഡിറ്റർ അടുത്ത് ചോദിക്കണോ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഓഡിറ്ററിൻ്റെ ക്ലർക്ക് ജസ്റ്റ് ഒന്ന് ഇതാക്കി വെച്ചിട്ടുണ്ടാവും, പോയിൻ്റ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതാണ് ഓഡിറ്റ് നോട്ട്ബുക്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ജസ്റ്റ് എ ബുക്ക് മെയിൻറ്റെയിൻ ബൈ ഓഡിറ്റ് ക്ലർക്ക് എന്ന് പറയാം. പിന്നെ അതുപോലെ ഒരു ഡയറി പോലെ തന്നെ നമ്മൾ സാധാരണ ഡയറിയിൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എഴുതുന്ന പോലെ ഓഡിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ആയിരിക്കും ഓഡിറ്റ് ക്ലർക്ക് അതിൽ ചെയ്തു വെക്കുന്നുണ്ടാവാം. പിന്നെ ഓരോരോ ഓർഗനൈസേഷനും ഓരോരോ നോട്ട്ബുക്കായിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവാം. ഇനി അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് ആക്ട് ആസ് എ ഡോക്യുമെൻ്ററി എവിഡൻസ് ആയിട്ട് അത് ആക്ട് ചെയ്യും. ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ അതൊരു എവിഡൻസ് ആയിട്ട് ആക്ട് ചെയ്യും. പിന്നെ ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ എഫിഷ്യൻസി ഓഫ് ഓഡിറ്റ് സ്റ്റാഫിൻ്റെ എഫിഷ്യൻസി നമുക്ക് ഇതിലേ കൂടി മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് കവർ ചെയ്യുന്നുണ്ടാവും. പിന്നെ ഓഡിറ്ററിനെ ഇത് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ് വരുന്നത്. ജസ്റ്റ് എവിഡൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടാവും, ഓഡിറ്റ് റിപ്പോർട്ടായിട്ട് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് പെട്ടെന്ന് ഹെൽപ്പ് ആവും. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ക്രിയേറ്റ് ചെയ്യും. ചിലപ്പോൾ ഈ ഓഡിറ്റ്
സ്റ്റാഫ് ചിലപ്പോൾ വേറൊരു പോയിൻ്റ് ആക്കി വെച്ചിട്ടുണ്ടാവും, എന്തെങ്കിലും പോയിൻ്റ് നോട്ട് ചെയ്യണം, ഫ്യൂച്ചറിൽ ക്ലാരിഫിക്കേഷൻ വേണം, അങ്ങനത്തെ ഒക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവിടുത്തെ സ്റ്റാഫ്, ഓർഗനൈസേഷനിലെ സ്റ്റാഫും ഈ ഓഡിറ്റ് സ്റ്റാഫും തമ്മിലൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇതിനെ കൊണ്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ കൃത്യമായിട്ട് ഈ ഒരു നോട്ട്ബുക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അതെന്തായി മാറും, ഓഡിറ്ററിന് എഗെയിൻസ്റ്റ് ആയിട്ട് തന്നെ അത് മാറും, നെഗ്ലിജൻസ് ആയിട്ട് മാറും. ഓഡിറ്റർ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റണമെന്നില്ല, ഈ നോട്ട്ബുക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ, പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡോക്യുമെൻറ്റേഷനാണ്. ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത് ഓഡിറ്റർ ഷുഡ് പ്രിസർവ് ഓൾ ഡോക്യുമെൻറ്റ്സ് റിലേറ്റിംഗ് ടു ഓഡിറ്റ്. ഓഡിറ്റിന് വേണ്ട അല്ലെങ്കിൽ ഓഡിറ്റിങ്ങിൻ്റെ മാറ്ററിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റും പ്രിസർവ് ചെയ്ത് വെക്കുന്ന ഒരു പ്രോസസ്സാണ് ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ, നെക്സ്റ്റ് കോൺസെപ്റ്റ്. ഡോക്യുമെൻറ്റേഷൻ ജസ്റ്റ് ഡോക്യുമെൻ്റ് പ്രിസർവ് ചെയ്ത് വെക്കുക, അത് മാത്രമേ ഉള്ളൂ ഡോക്യുമെൻറ്റേഷൻ. നെക്സ്റ്റ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ എന്ന് പറയുന്നത് ഇൻ കണക്ഷൻ വിത്ത് ഈച്ച് ഓഡിറ്റ് ദ ഓഡിറ്റർ വിൽ ബി ഹാവിങ് എ നമ്പർ ഓഫ് ഡീറ്റെയിൽഡ് ഡോക്യുമെൻറ്റ്, നോട്ട്സ്, മിനിറ്റ്സ് ബുക്ക്. ഓരോരോ ഓഡിറ്റിനനുസരിച്ചുണ്ടാവും. ഓഡിറ്റ് ഫയൽസ് കുറേ ഉണ്ടാവില്ലേ, ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാവും, പിന്നെ അതുപോലെ തന്നെ മിനിറ്റ്സ് ബുക്കും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടാവും, നോട്ട്സ് ഉണ്ടാവും. അപ്പോൾ ഇതിനെ കംപ്ലീറ്റ് ആയിട്ടൊരു വിളിക്കുന്ന പേരാണ്, ഈ ഒരു ഫയൽസിനെ വിളിക്കുന്ന പേരാണ് വർക്കിംഗ് പേപ്പർ. ഇതിൻ്റെ കണ്ടൻറ്റ് ചിലപ്പോൾ 2 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ 1 മാർക്കിന് ചോദിക്കാം. ഈ ഓഡിറ്റ് വർക്കിംഗ് പേപ്പറിൻ്റെ കണ്ടൻറ്റ്സ് എന്തൊക്കെയാണ്? ട്രയൽ ബാലൻസ് ഉണ്ടാവും, ഷെഡ്യൂൾ ഓഫ് ഡെപ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് ഉണ്ടാവും, ഡിപ്രിസിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും, ഷെഡ്യൂൾസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവും, ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ആയിട്ടുള്ളൊരു വർക്കിംഗ് പേപ്പേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു ഡോക്യുമെൻറ്റ്സിനെ വിളിക്കുന്ന പേരാണ് വർക്കിംഗ് പേപ്പർ എന്ന്. ഇത് നമ്മുടെ ഡേ ടു ഡേ ആയിട്ടുള്ള ഓഡിറ്റിംഗ് ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇതെല്ലാം യൂസ്ഫുള്ളാണ്. ഇനി ടൈപ്സ് ഓഫ് ഓഡിറ്റിംഗ് പേപ്പർ അല്ലെങ്കിൽ വർക്കിംഗ് പേപ്പർ. ഓഡിറ്റ് പേപ്പർ എന്നും പറയാം, വർക്കിംഗ് പേപ്പർ എന്ന് പറയാം. 2 ടൈപ്സ് ഉണ്ട്, പെർമനൻറ്റും കറൻറ്റും. പെർമനൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അവിടെ തന്നെ സ്ഥിരമായിട്ടുള്ളത്. ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ കമ്പനീൻ്റെ എൻഡ് വരെ ആ ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാവും. അതാണ് നമ്മളെ മെമ്മറാൻഡം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ ഒക്കെ. നമ്മൾ പ്രസൻറ്റിലും ഉണ്ടാവും, അത് ഫ്യൂച്ചറിലും ഉണ്ടാവും. ഏത് ടൈമിൽ ഓഡിറ്റ് ചെയ്താലും ഈ ഒരു ഡോക്യുമെൻറ്റ്സ് അവിടെ ഉണ്ടാവും. നെക്സ്റ്റ് കറണ്ട് ഫയൽ എന്ന് പറയുന്നതോ നമ്മൾ ട്രയൽ ബാലൻസ്, ഷെഡ്യൂൾ ഓഫ് ഡെപ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ഇത് ഓരോരോ ഇയർ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് അത് മാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. അതാണ് കറണ്ട് ഫയൽ എന്ന് പറയുന്നത്. വർക്കിംഗ് പേപ്പറിന് ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാം, അതൊന്ന് ജസ്റ്റ് നോക്കി വെക്കുക. ഇതുപോലത്തെ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ വിളിക്കുന്ന പേരാണ് വർക്കിംഗ് പേപ്പർ എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ കണ്ടൻറ്റ് ട്രയൽ ബാലൻസ്, ഷെഡ്യൂൾ ഓഫ് ഡെപ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ഡിപ്രിസിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, ഇതൊക്കെയാണ് വരുന്നുണ്ടാവുക, ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് മെയിൻലി ഈ പേപ്പേഴ്സ് നമ്മൾ ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ ഒരു ലിങ്കായിട്ട് ആക്ട് ചെയ്യും. ഡോക്യുമെൻറ്റിന് ആക്കാനും റിപ്പോർട്ടിനും തമ്മിലൊരു ലിങ്കാണ് ഈ വർക്കിംഗ് പേപ്പർ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഓഡിറ്റർ ഒരു ഗൈഡായിട്ട് ഇത് ആക്ട് ചെയ്യും. അതായത് നമുക്കറിയണ്ടേ ഡോക്യുമെൻറ്റ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം അറിയണം. പിന്നെ അതുപോലെ അക്കൗണ്ട്സ് എല്ലാം ഒരു ഗൈഡായിട്ടായിരിക്കും ഇത് ആക്ട് ചെയ്യുന്നുണ്ടാവുക. പിന്നെ ഒരു വാല്യുബിൾ ഡോക്യുമെൻ്ററി എവിഡൻസും കൂടിയായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ദേ പ്രൊവൈഡ് ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് ഓഫ് ദ വർക്ക് ദാറ്റ് ഹാസ് ബീൻ ഡൺ. പഴയ വർക്ക്സിൻ്റെ റെക്കോർഡ്സും ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ടിക്ക് മാർക്സ് ആണ്. നമ്മൾ സാധാരണ ഈ കമ്പനിയിൽ ഈ ഓഡിറ്റ് ചെയ്യുന്നൊരു പ്രോസസ്സാണ്. ഡ്യൂറിങ് ദ പെർഫോമൻസ് ഓഫ് ഓഡിറ്റ് വർക്ക്, ഓഡിറ്റർ യൂസസ് ഡിഫറെൻറ്റ് സിമ്പിൾസ്. ഓഡിറ്റർ ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് പല രീതിയിലുള്ള സിമ്പിൾസ് യൂസ് ചെയ്യാം. #, ഡോളറിൻ്റെ സിമ്പിൾ, 0, അങ്ങനത്തെ എല്ലാം. അതായത് എത്ര വർക്ക് ചെയ്തു, ഏതെല്ലാം കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യണം, അങ്ങനെയൊക്കെ നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ, ഇതെല്ലാം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മാർക്കാണ് ടിക്ക് മാർക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ടെസ്റ്റ് ചെക്കിംഗ് ആണ്. ടെസ്റ്റ് ചെക്കിംഗ് എന്ന് പറയുന്നത് ഒരു സാമ്പിൾ ചെക്കിംഗ് ആണ്. അതായത് ഒരു ഓർഗനൈസേഷനിൽ കുറേ ട്രാൻസാക്ഷൻ ഉണ്ടാവും. അതിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ടൈം ലിമിറ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഡീറ്റെയിൽ ചെക്കിങ്ങിന് പകരം ജസ്റ്റ് ഒരു സാമ്പിൾ പോലെ ടെസ്റ്റ് ചെക്ക് ചെയ്യുന്നതാണ് ടെസ്റ്റ് ചെക്കിങ്ങിന് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് എ സാമ്പിൾ ചെക്കിംഗ് ഓഫ് എ ട്രാൻസാക്ഷൻ ഇൻ എ ഫേം. ട്രാൻസാക്ഷൻ നമ്മളൊരു ഫേമിൽ ഒരു സാമ്പിളായിരിക്കും ചെക്ക് ചെയ്യുന്നുണ്ടാവുക. ഇപ്പോൾ ഒരു കംപ്ലീറ്റ് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു സാമ്പിൾ, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു സാമ്പിൾ പോലെ നമ്മൾ അതിൽ നിന്ന് കംപ്ലീറ്റ് ചെക്ക് ചെയ്യില്ല, അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ ആയിരിക്കും ചെക്ക് ചെയ്യുന്നുണ്ടാവുക. ഇൻ എ ലാർജ് ഫേം വെൻ ദർ ആർ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ ഈസ് ലാർജ്, ട്രാൻസാക്ഷൻ ലാർജ് ആവുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്ന ടൈം ലിമിറ്റഡ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ ഇതൊരു പാർഷ്യൽ ഒരു ഓഡിറ്റാണ്, കംപ്ലീറ്റ് ഓഡിറ്റ് അല്ലല്ലോ, കംപ്ലീറ്റ് ചെക്കിങ് ഇവിടെ വരുന്നില്ല. പിന്നെ എല്ലാ ട്രാൻസാക്ഷനും ഇവിടെ ചെക്ക് ചെയ്യുന്നുമില്ല.
ഇനി പ്രിക്കോഷൻസ് ടേക്കൺ വൈൽ അപ്ലൈയിങ് ടെസ്റ്റ് ചെക്കിംഗ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് പ്രിക്കോഷൻസും കൂടി എടുക്കണം. സെലക്ഷൻ ഓഫ് ട്രാൻസാക്ഷൻ ഷുഡ് ബി മെയ്ഡ് അറ്റ് റാൻഡം. നമ്മൾ റാൻഡമായിട്ട് വേണം ഈ ടെസ്റ്റ് ചെക്കിങ്ങിന് ഒരു ട്രാൻസാക്ഷനോ അല്ലെങ്കിൽ ഒരു ബുക്സോ എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുമ്പോൾ അവർക്ക് ഏകദേശം അറിയാം കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഫ്രോഡ് ചെയ്യാൻ വേണ്ടി ചാൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ റാൻഡമായിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എൻട്രീസ് റിലേറ്റഡ് ടു ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് മന്ത് ഷുഡ് ബി ചെക്ക്ഡ്. നമ്മൾ കംപ്ലീറ്റ്ലി ഇയർ എൻഡും പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലുള്ളതും കംപ്ലീറ്റ് ആയിട്ട് ചെക്ക് ചെയ്യണം. പിന്നെ അതുപോലെ ക്യാഷ് ബുക്കും പാസ്ബുക്കിൻ്റെ കാര്യത്തിൽ ഈ ടെസ്റ്റ് ചെക്കിങ് നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി പാടില്ല. ബാക്കി എല്ലാ ട്രാൻസാക്ഷനും യൂസ് ചെയ്യാം, പക്ഷേ ഇതുപോലെ ബാങ്കിങ് റിലേറ്റഡ് ആയിട്ട് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ ടെസ്റ്റ് ചെക്കിങ് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല. അവിടെ ഡീറ്റെയിൽഡ് ചെക്കിങ്ങിനെ മാക്സിമം യൂസ് ചെയ്യാം. അപ്പോൾ ടെസ്റ്റ് ചെക്കിംഗ് എന്ന് പറയുന്നത് ജസ്റ്റ് സാമ്പിൾ ചെക്കിംഗ് ആണ് ടെസ്റ്റ് ചെക്കിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് റൂട്ടീൻ ചെക്കിംഗ്. നമ്മൾ റൂട്ടീൻ ചെക്കിങ്ങിൽ എന്ത് ചെയ്യും, ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ജേർണൽ എൻട്രീസ് ഉണ്ടാവില്ലേ, പോസ്റ്റിംഗ് കാസ്റ്റിംഗ്, അത് മുതലേ ചെക്ക് ചെയ്യുന്നൊരു പ്രോസസ്സാണ് റൂട്ടീൻ ചെക്കിംഗ് എന്ന് പറയുന്നത്. ഓഡിറ്റർ ചെക്സ് പ്രൈമറി എൻട്രി ആൻഡ് ലെഡ്ജർ വിത്ത് റെഫറൻസ് ടു വൗച്ചർ. പ്രൈമറി എൻട്രീസും പിന്നെ അതുപോലെ ലെഡ്ജറും ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ടാവും ജേർണൽ എൻട്രി പോസ്റ്റ് ചെയ്യുന്നത്. ഹി ഓൾസോ ചെക്സ് കാസ്റ്റിംഗ്, പോസ്റ്റിംഗ്, കാൽക്കുലേഷൻ. കംപ്ലീറ്റ് ആയിട്ട് ഒരു ബേസിക് ആയിട്ട് ചെക്ക് ചെയ്യുന്നൊരു പ്രൊസീജിയർ. ദ പ്രോസസ് ഓഫ് ചെക്കിംഗ് സച്ച് ആസ് പോസ്റ്റിംഗ്, കാസ്റ്റിംഗ്, ബാലൻസിങ് ലെഡ്ജർ ഡൺ ഇൻ റുട്ടീൻ മാനർ ബൈ ഓഡിറ്റർ. നമ്മൾ കംപ്ലീറ്റ്ലി പ്രൈമറി ആയിട്ടുള്ള എൻട്രീസ് ചെക്ക് ചെയ്യുക. നമ്മൾ ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്യുന്നില്ലേ, പോസ്റ്റിംഗ്, കാസ്റ്റിംഗ്, പിന്നെ അതിൻ്റെ കാൽക്കുലേഷൻ, ഇതെല്ലാം വിത്ത് വൗച്ചർ റിലേറ്റഡ് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്ന പ്രോസസ്സാണ് റുട്ടീൻ ചെക്കിംഗ് എന്ന് പറയുന്നത്. ഇത് ശരിക്കും ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. നെക്സ്റ്റ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എറേഴ്സും ഫ്രോഡും റിവീൽ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ കൃത്യമായിട്ട് ലെഡ്ജർ ബാലൻസ് ആവുന്നുണ്ടോ, പിന്നെ നമുക്ക് അരിത്തമാറ്റിക്കൽ അക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇത് കുറച്ചും കൂടി സിമ്പിളാണ്. പിന്നെ അതുപോലെ തന്നെ അരിത്തമാറ്റിക്കൽ അക്യുറസി നമുക്ക് ചെക്ക് ചെയ്യാം. പിന്നെ വെരി സിമ്പിളാണെന്ന് പറയാം. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്കിതിൽ കാൽക്കുലേഷൻ കാര്യങ്ങളല്ലേ ചെക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ പ്രിൻസിപ്പൽ എറർ അങ്ങനെയൊക്കെ പറ്റിയാൽ, ഇപ്പോൾ പ്രിൻസിപ്പൽ റിലേറ്റഡ് ആയിട്ടുള്ള എറേഴ്സ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല ഈ ഒരു കാൽക്കുലേഷനിലെ കൂടി. അതിനെക്കാട്ടും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നോക്കേണ്ടി വരും. പിന്നെ സ്മോൾ ബിസിനസ്സിന് മാത്രമേ ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. വലിയ വലിയ ഓർഗനൈസേഷനിൽ കംപ്ലീറ്റ്ലി പോസ്റ്റിങ്ങും കാസ്റ്റിങ്ങും എല്ലാം ചെക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ കുറേ ടൈം പോകും. പിന്നെ പ്യോർലി മെക്കാനിക്കൽ ബേസ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ റുട്ടീൻ ചെക്കിങ്ങിൽ പറഞ്ഞത്. ജസ്റ്റ് നമ്മൾ പ്രൈമറി ആയിട്ടുള്ള എൻട്രീസ്, പോസ്റ്റിംഗ്, കാസ്റ്റിംഗ് ഒക്കെ ചെക്ക് ചെയ്യുന്ന പ്രൊസീജിയറാണ് റുട്ടീൻ ചെക്കിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സർപ്രൈസ് ചെക്കാണ്. സർപ്രൈസ് ചെക്കിൽ എന്തായിരിക്കും, ഓഡിറ്റർ പെട്ടെന്ന് ഫ്രീക്വൻ്റ്ലി നമ്മൾ പറയാണ്ട് ചെക്ക് ചെയ്യുന്നൊരു പ്രൊസീജിയറാണ് സർപ്രൈസ് ചെക്ക് എന്ന് പറയുന്നത്. ഇൻ സർപ്രൈസ് ചെക്ക് ഓഡിറ്റർ ഫ്രീക്വൻ്റ്ലി വിസിറ്റ് ദ ക്ലയൻറ്റ് ഓഫീസ് വിത്തൗട്ട് ദ നോട്ടീസ് ആൻഡ് മേക്ക് സർപ്രൈസ് ചെക്കിംഗ് ഓൺ ഇമ്പോർട്ടൻറ്റ് ഐറ്റംസ്. അതായത് അവിടെയുള്ള സ്റ്റാഫിനൊന്നും നമ്മൾ മുന്നേ പറയില്ല, ഓഡിറ്റർ വരുന്നുണ്ടെന്നൊന്നും ഓഡിറ്റർ പറയില്ല. പെട്ടെന്ന് വന്നിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ചെക്ക് ചെയ്യുന്ന പ്രൊസീജിയറാണ് സർപ്രൈസ് ചെക്ക് എന്ന് പറയുന്നത്.